നമ്മൾ ഈ സമസ്തയുടെ പിന്നിൽ നിൽക്കുന്നത് എന്തിനാ? അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കണ്ടിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന്റെ പേരിലോ അല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഹഖായ പ്രസ്ഥാനമാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രതിരൂപമാണ്. ആ സുന്നത്തു ജമാഅത്തിനെ ഇവിടെ സംരക്ഷിക്കുന്നത് സമസ്തയാണ്. അത് നമ്മുടെ ആഖിറത്തിന്റെ പ്രശ്നമാണ്, ദുനിയാവിന്റെ പ്രശ്നമല്ല. ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ സംവിധാനമല്ല സമസ്ത. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈന്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ കട്ടിലിൽ കിടന്നതിന്റെ പേരിൽ ഹബീബിന്റെ ശരീരത്തിൽ ഇങ്ങനെ അതിന്റെ പാടുകൾ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിസ്റയും കൈസറുമൊക്കെ അവരൊക്കെ സുഖലോലുപരായി ജീവിക്കുകയാണ്, എന്നിട്ടും എന്റെ ഹബീബ് ഇങ്ങനെയാണല്ലോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള മറുപടി പറഞ്ഞെന്താണ്? വഹും മുലൂഖുദ് ദുനിയ നഹ്നു അബ്നാഉൽ ആഖിറ. ഒരു ദുനിയാവിന്റെ ആൾക്കാരാണ്, ഒരു ദുനിയാവിലെ രാജാക്കന്മാരാണ്. നഹ്നു അബ്നാഉൽ ആഖിറ, ആഖിറത്തിന്റെ ആളുകളാണ് നമ്മൾ. അതിന്റെ പേരിലാണ് സമസ്തയുടെ പിന്നിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുന്നത്. അതിന്റെ പേരിലാണ് നമ്മൾ സമസ്തയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്, ഭൗതികമായ താല്പര്യത്തിന്റെ പേരിലല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ ആരുടെയും വീട്ടിലേക്ക് റേഷൻ എത്തിച്ചു തരുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്കാർക്കും ഭൗതികമായ സംവിധാനങ്ങളിൽ നമ്മെ ആകൃഷ്ടരാക്കുന്നില്ല. മറിച്ച് സമസ്ത നമുക്ക് നൽകുന്ന ഒരു ദിശാബോധമുണ്ട്. സമസ്ത നമുക്ക് നൽകുന്ന മതപരമായ വിശ്വാസപരമായ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുർക്കി ഖിലാഫത്ത് തകർന്നടിഞ്ഞപ്പോ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവരൊക്കെ പകച്ചുപോയപ്പോ ബ്രിട്ടീഷുകാരന്റെ നൂറ്റാണ്ടുകളോളമുള്ള ഭരണം ഇവിടെ മുച്ചൂടും തകർത്തെറിഞ്ഞപ്പോ, പക്ഷേ അവരൊക്കെ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയ ഇടങ്ങളിലെല്ലാം അവരുടെ സംസ്കാരത്തെ അവർക്ക് പകർത്തി കൊടുക്കാൻ സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാരും ജാഗ്രതയോടുകൂടെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ഉമ്മത്തിന്റെ വിശ്വാസത്തെ നോവിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു പലയിടങ്ങളിലും ബ്രിട്ടീഷുകാരൻ അവന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കി, ചാരന്മാരെ പറഞ്ഞയച്ചു, പലയിടങ്ങളിലും പല രൂപത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തി, പല കുതന്ത്രങ്ങളും നടത്തി. പക്ഷേ ഇവിടെ കേരളത്തിലുള്ള ഉലമാക്കൾ ജാഗ്രതയുള്ളവരായിരുന്നു. മഹാന്മാരായ സ്വഹാബത്തിനാൽ പ്രബോധനം ചെയ്യപ്പെട്ട മണ്ണ്, മഹാന്മാരായ മഖ്ദൂമുമാരുടെ കരതല സ്പർശമേറ്റ മണ്ണ്, മഖ്ദൂമുമാരുടെ വളരെ വിശാലമായ നേതൃത്വം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് കേരളം. കോഴിക്കോട് കാളിമാർ, യമനിൽ നിന്ന് വന്ന കാളിമാർ, ജിഫ്രി സാദാത്യങ്ങൾ അടക്കമുള്ള നൂറുകണക്കിന് വരുന്ന സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ഒക്കെ നേതൃത്വം കൊണ്ട് അലങ്കൃതമായ കേരളം സുരക്ഷിതമായിരുന്നു. പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പിന്മുറ എന്ന നിലക്ക് ആ പ്രയാണത്തെ ഏറ്റുപിടിക്കുകയും ആ പൈതൃകത്തെ ചേർത്ത് പിടിക്കുകയും അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് 1926 രൂപീകൃതമായ സമസ്ത 2026 നൂറ്റാണ്ടിന്റെ നിറവിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ഇന്നും സമസ്ത തന്നെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക പ്രസ്ഥാനം. ഇന്നും സമസ്ത തന്നെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാരാ പ്രസ്ഥാനം. ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിന്റെ പിന്നിലാണ് മുസ്ലിം ബഹുജനം ഒരുമിച്ച് കൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അല്ലാഹു നൽകിയ ഒരു ഖബൂലിയത്താണ്, ഒരു സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത സമസ്തക്കുണ്ടായത് ഭൗതികമായ എന്തെങ്കിലും ഭൗതികമായ സംവിധാനങ്ങളെ കൊണ്ടല്ല, ഇലാഹിയായ തൗഫീഖ് കൊണ്ടാണ് സമസ്തക്ക് അതുണ്ടായത്. നേരത്തെ മഹാനായ വാക്കോട് ഉസ്താദ് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇതിനെ നിയന്ത്രിക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലും നമ്മൾ അനുഭവിക്കാറുണ്ടെന്ന് പറഞ്ഞതുപോലെ അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണത്തിന്റെ പിന്നിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ, ഉഖ്റവിയായ ഉലമാക്കളിലൂടെ നമ്മളിലേക്ക് എത്തിച്ച പരിശുദ്ധ ദീനിന്റെ ഈ ദീപശിഖ ഇലാ യൗമിൽ ഖിയാമ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിന്റെ പ്ലാറ്റ്ഫോമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുക, അതിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂദറുൽ ഗിഫാരി തങ്ങളെ നാട് കടത്തിയപ്പോ അബൂദറുൽ ഗിഫാരി തങ്ങൾക്ക് അവരുടേതായ ന്യായം പറയാനുണ്ട്. പക്ഷേ അബൂദറുൽ ഗിഫാരി തങ്ങൾ അവിടെ നിന്നാൽ ഭരണപരമായ പല പ്രശ്നങ്ങളുമുണ്ട്, പല തെറ്റിദ്ധാരണകൾക്കും സാധ്യതയുണ്ട്. റബദയിലേക്ക് നാട് കടത്തി. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റബദയിൽ, ഷാമിലെ റബദയിൽ താമസിക്കുമ്പോഴാണ് ശത്രുക്കൾ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കാണാൻ വരുന്നത്. എന്തിനാ?
അങ്ങനെ നിങ്ങൾ പോലെ വലിയൊരാളെ പുറത്താക്കാനൊന്നും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആളായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് സമ്മതം മൂടി മുന്നിൽ നിന്നാൽ മതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നമുക്ക് പാഠം പഠിപ്പിക്കണമെന്ന് ശത്രുക്കൾ അബൂദർ ഗിഫാരി തങ്ങളെ മുമ്പിൽ വന്ന് പറയുമ്പോ എന്തേ ചെയ്തത്? ഞാൻ എനിക്ക് കുറച്ച് ആൾക്കാരെ കിട്ടുമോ നോക്കി നടക്കിയിരുന്നു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, കൂടെ വന്നില്ല. മറിച്ചോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും ഞാനും ഭിന്നാഭിപ്രായത്തിലാണ്. പക്ഷേ ഉസ്മാൻ എന്റെ നേതാവാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്റെ നേതാവാണ്. വല്ലാഹി ലൗ അന്ന ഉസ്മാൻ സലബനി അലാ ഖശബത്തിൻ ലസമിഅതു വറദീതു വഹ്തസിബതു വറഅയ്തു അന്ന ദാലിക ഖൈറൻ ലീ. ഉസ്മാൻ എന്റെ നേതാവാണ്. ആ നേതാവിനെ അംഗീകരിക്കൽ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് എനിക്കെതിരെ തീരുമാനമെടുത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നെ പച്ചക്ക് കുരിശിൽ നാട്ടുകയാണെങ്കിലും ശരി, അവര് പറഞ്ഞിടത്ത് ഞാൻ നിൽക്കും. അതെന്റെ നേതാവാണ്. അതാണ് സ്വഹാബത്തിന്റെ പാരമ്പര്യം. ആ നേതൃത്വത്തെ അംഗീകരിക്കാതെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്ന് പുറത്തുപോയവരാണ് ഖവാരിജിയാക്കൾ. ഈ ഉമ്മത്തിന്റെ ആദർശപരമായ ആത്മീയപരമായ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തയുടെ ദൗത്യം എന്താണ്? ഈ രാജ്യത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുസരിച്ച് മാത്രം തീരുമാനമെടുക്കുക എന്നതല്ല. രണ്ടും വ്യത്യാസമല്ലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് പരിശുദ്ധമായ ദീനാണ്. പരിശുദ്ധ ദീനിന്റെ സംരക്ഷണമാണ് സമസ്തയുടെ ലക്ഷ്യം. ആ ദീനിന്റെ സംരക്ഷണം, ദീനിന്റെ പാരമ്പര്യം, ദീനിന്റെ പ്രമാണങ്ങൾ, അതിനനുസൃതമായിട്ടേ സമസ്തക്ക് തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്തിന് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണത്. ഒരുപക്ഷെ അവർക്ക് ജനാധിപത്യപരമായ പല നീക്കുപോക്കുകളും ആവശ്യമുണ്ടാകാം. ജനാധിപത്യപരമായ പല തീരുമാനങ്ങളും അവർക്കുണ്ടാകാം. അത് മറ്റൊരു റൂട്ടാണ്. സമസ്തയുടെ റൂട്ട് എന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ റൂട്ടാണ്. അതിനെ ശക്തിപ്പെടുത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനമെടുക്കുമ്പോ ആ തീരുമാനത്തിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്നതാണ് പാരമ്പര്യം. മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ആലുവ ത്വരീഖത്തിനെതിരെ തീരുമാനമെടുത്ത മണ്ണിന്റെ സമീപത്താണല്ലോ നമ്മളുള്ളത്. ആലുവ ത്വരീഖത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുക്കുമ്പോ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ യുഗപ്രഭാവരായ മഹാപണ്ഡിതന്മാർ മുന്നിൽ നിൽക്കുമ്പോ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള മഹാന്മാർ അതിന് നേതൃത്വം നൽകി സമൂഹത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോ കേരളത്തിലുള്ള ഓരോ സാധാരണക്കാരനും ആലുവ ത്വരീഖത്തിന്റെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല അതിൽ നിന്ന് മാറി നിന്നത്. മറിച്ച് ത്വരീഖത്ത് പോലെയുള്ള വളരെ ഗഹനമായ അതിസൂക്ഷ്മമായി പഠനം നടത്തേണ്ട വിഷയങ്ങൾ ഒരുപക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയാൻ പോലും അവർക്ക് സാധ്യമായിക്കൊള്ളുന്നില്ല. കാരണം അതവർക്ക് അത്രയേ അതിനെക്കുറിച്ച് ധാരണയും ഇൽമും ഉണ്ടാകുള്ളൂ. പക്ഷേ ഇവിടെയുണ്ടായിരുന്ന സാധാരണക്കാരന് ഒരു ബോധമുണ്ട്, ഒരു ബോധ്യമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപണ്ഡിത പ്രസ്ഥാനം ആലുവ ത്വരീഖത്തിനെതിരെ തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കലാണ് നമ്മുടെ ബാധ്യത എന്ന്. ആ തീരുമാനമാണ് ഇവിടെ നടപ്പിലായത്. വളരെ സൂക്ഷ്മശാലിയായി ജീവിച്ചിരുന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള സൂഫിയാക്കൾ പോലും സമസ്ത അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് അവരുടെ മുന്നിലേക്ക് വരുന്നവർക്ക് അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. കാരണം ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര അതിസൂക്ഷ്മമായ വിഷയങ്ങളെ, ഗഹനമായ വിഷയങ്ങളെ മനസ്സിലാക്കാൻ പോലും ഒരുപക്ഷെ കഴിഞ്ഞോളുന്നില്ല. അവിടെയൊക്കെ സമസ്ത തീരുമാനമെടുത്താൽ അതിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക. ഇന്ന് ആലുവ ത്വരീഖത്തിന്റെ അവസ്ഥ എന്താണ്? കോരൂർ ത്വരീഖത്തിന്റെ അവസ്ഥ എന്താണ്? തബ്ലീഗ് ജമാഅത്ത് സമസ്ത പറഞ്ഞതുപോലെ തന്നെയല്ലേ സമൂഹത്തിന് ബോധ്യപ്പെടാൻ? ഇന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇവരൊക്കെ നഖം കടിക്കേണ്ടി വരും, ബോധ്യപ്പെടുക തന്നെ ചെയ്യും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1 നൂറ്റാണ്ട് കാലത്തെ പ്രയാണപഥത്തിന്റെ ചരിത്രം അങ്ങനെയാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ചത് എന്താണ്? ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. ഈ ഇൽമ് അതാണ് ദീൻ, അത് ദീനാണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ ദീനിനെ നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കുന്നു, ആരിൽ നിന്ന് പിടിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് മഹാനായ ബഹുമാനപ്പെട്ട ഇമാം സ്വഹീഹ് മുസ്ലിമിന്റെ ആമുഖത്തിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവനാണ് ഇൽം. ഖിയാമത്ത് നാളാകുമ്പോ യുർഫഉൽ ഇൽം, ഇൽമിനെ ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നിങ്ങൾ നോക്കുക, കാലം അതിന്റെ അന്ത്യത്തോടടുക്കുമ്പോ ടെക്നോളജികൾ വികസിച്ച കാലമാണ്, സൈബർ ഇടങ്ങൾ വികസിച്ച കാലമാണ്, വിരൽ തുമ്പിൽ വിജ്ഞാനം കാത്തുനിൽക്കുന്ന കാലമാണ്. എന്നാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 ആണ്ടുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച നുബുവത്തിന്റെ വാക്കുകളാണത്. യുർഫഉൽ ഇൽം, ഇൽമിനെ ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇൽമിനെ ഉയർത്തപ്പെടുക? മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇൽമിന്റെ ലഭ്യത വർദ്ധിച്ച കാലമാണ്. പഴയ കാലങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ നിർദ്ധാരണം കണ്ടെത്തണമെങ്കിൽ, ഒരു മസ്അലയെ നിർദ്ധാരണം കണ്ടെത്തണമെങ്കിൽ, ഒരു മസ്അലയെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവർ ദിവസങ്ങളോളം ചെലവഴിക്കേണ്ടിയിരുന്നു. മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി റഹിമഹുള്ളയെ പോലെയുള്ള മഹാന്മാരുടെ ഗ്രന്ഥാലയങ്ങളിലേക്ക് കടന്നു വന്ന് ദിവസങ്ങളോളം അവിടെ താമസിച്ചുകൊണ്ട് അതിൽ നിന്ന് പകർത്തി എഴുതി കൊണ്ടുപോയി ഇൽമിനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് നമ്മുടെയൊക്കെ വിജ്ഞാനം വിരൽ തുമ്പിൽ കാത്തു നിൽക്കുകയാണ്. പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെടുകയാണ്. ജെമിനിയെ പോലെ, ചാറ്റ് ജിപിടിയെ പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഈ കാലത്തേക്കു തന്നെയാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കു നോക്ക് നിങ്ങൾ, യുർഫഉൽ ഇൽം, ഇൽമിനെ ഉയർത്തപ്പെടും. പക്ഷേ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ബാഹ്യമായ ഭൗതികമായ വിശദീകരണത്തിൽ ഇൽമിന്റെ ലഭ്യത വ്യാപകമാണ്. പക്ഷേ യുർഫഉൽ ഇൽം എന്ന നുബുവത്തിന്റെ വാക്കിന്റെ പ്രസക്തി എന്താണ്? ഇൽം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ബിഖബ്ലിൽ ഉലമാ, അൽ ഉലമാ, ലോകത്തോട് വിട പറയലാണ്. അൽ ഉലമാ, അൽ ഉലമാ. ഏതാണ് അൽ ഉലമാ? മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ നൂറായ ഇൽമിനെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട് അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന അൽ ഉലമാ, ഉഖ്റവിയായ ഉലമാ. ആ ഉഖ്റവിയായ ഉലമാ ലോകത്തോട് വിട പറയൽ കൊണ്ട് ഇൽമു ഉയർത്തപ്പെടുമെന്നാണ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മഹാനായ നമ്മുടെ ആത്മീയ നേതാവായിരുന്ന 4 പതിറ്റാണ്ടുകാലം സമസ്ത എന്ന ഈ ആത്മീയ പ്രസ്ഥാനത്തിന്റെ, ഈ ഉമ്മത്തിന്റെ തറവാട്ടുമ്മറത്തു കാവൽ നിന്ന മഹാനായ ശൈഖുൽ മർഹൂം ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 4 പതിറ്റാണ്ടുകാലം സമസ്തയുടെ കാര്യദർശിയാണ്. നമുക്ക് ആത്മീയമായ, ആദർശപരമായ പാധേയം കാണിച്ചു തന്നു ലോകത്തോട് വിട പറഞ്ഞുപോയ മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ഉസ്താദുമാരുടെ ഗുരുപരമ്പരകൾ മുകളിലേക്ക് ഇങ്ങനെ പോയാൽ ഒരു 40-45 എത്തുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാം. ആ പാരമ്പര്യമാണ് പരിശുദ്ധ ദീൻ. ആ ഉഖ്റവിയായ ഉലമാഇനെ അംഗീകരിക്കലാണ് പരിശുദ്ധ ദീൻ. അത് അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്നത്. ഇസ്ലാമിൽ നിന്ന് വിഘടിച്ചുപോയ അവാന്തര വിഭാഗങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ്? ഇസ്ലാമിക ലോകത്ത് ആദ്യമായിട്ട് ഉദയം ചെയ്ത അവാന്തര വിഭാഗം ഏതാണ്? ഖവാരിജിയാക്കളാണ്. ആരായിരുന്നു ഖവാരിജിയാക്കൾ? സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽപ്പെട്ടവരാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്നവരാണ്. പിന്നീട് അവർ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പിണങ്ങി മാറി അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്ന് പുറത്തുപോയി. എന്തേ കാരണം? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, ഷഹീദായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിഷയത്തിൽ സ്വഹാബത്തിനിടയിൽ പല അഭിപ്രായങ്ങളുണ്ടായി. വലിയ സംഘട്ടനങ്ങൾ ഉണ്ടാകാൻ അത് കാരണമായി. ആ സംഘട്ടനങ്ങളുടെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി ആ സംഘട്ടനങ്ങളൊക്കെ വ്യാപകമായപ്പോ സ്വഹാബത്ത് ഇതിനൊരു മധ്യസ്ഥതയുണ്ടാക്കണം, ഈ ചർച്ച ചെയ്ത് ഈ വിഷയമൊന്ന് പരിഹരിക്കണമെന്ന് മധ്യസ്ഥ ചർച്ചക്ക് തയ്യാറാകുമ്പോഴാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ രണ്ടുപേർ തമ്മിൽ പ്രശ്നമായാൽ ആ പ്രശ്നത്തിൽ വിധി പറയാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ, സൃഷ്ടികൾക്ക് അതിന് അധികാരമില്ല. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വിധികർത്തൃത്വം നൽകിയതിന്റെ പേരിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് അവർ പഠിപ്പിച്ചത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വത്തിന്റെ അധികാരം അല്ലാഹുവിന് മാത്രമാണ് എന്ന് അന്നത്തെ ഖവാരിജിയാക്കൾ പറഞ്ഞു. മഹാന്മാരായ സ്വഹാബത്ത് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ തന്നെ വഇൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബ്അസൂ ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടായാൽ ഇരുവിഭാഗത്തിൽ നിന്നും മധ്യസ്ഥനെ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ തന്നെ നേരത്തെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അടക്കമുള്ള സ്വഹാബാക്കൾ
നിരവധി പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് മധ്യസ്ഥ വഹിച്ചവരാണ്. ആ പാരമ്പര്യം നിലനിൽക്കുകയാണ്. നോക്കണം, വിശുദ്ധമായ ഖുർആനിനെ അക്ഷരവായന നടത്തി കേവലം അക്ഷരാർത്ഥം മാത്രം കൊടുത്ത് പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത, മുൻഗാമികളായ സ്വഹാബത്ത് പഠിപ്പിക്കാത്ത വിധം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഖവാരിജിയാക്കൾ രംഗത്ത് വരുന്നത്. നോക്കണം, ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഖവാരിജിയാക്കൾ വന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുത്തബിഉസ് സുന്നയായ ഇബ്നു ഉമർ തങ്ങളെ പോലെയുള്ള മഹാന്മാർ ഈ ഖവാരിജിയത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഹും ശിറാറുൽ ഖൽഖ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അതല്ലാതെ ഓലെ നമുക്ക് ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയല്ല ചെയ്തത്. ഹും ശിറാറുൽ ഖൽഖ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ്. ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചതിന്റെ അനന്തരഫലം പിന്നീട് എന്താണ് ഉണ്ടായത്? ഇസ്ലാമിക ഖിലാഫത്തിന്റെ 4ാമത്തെ ചക്രവർത്തി സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴാണ് ഇബ്നു മുൽജിം എന്ന ഖവാരിജിയായ മനുഷ്യൻ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂർധാവിലേക്ക് ആഞ്ഞുവെട്ടിയത്. ലാ ഹുക്മ ഇല്ലാ ലില്ലാ ലൈസ ലക യാ അലി വലാ ലി അസ്ഹാബിക്, അലി നിനക്കും നിന്റെ കൂട്ടാളികൾക്കും വിധികർത്തൃത്വത്തിന്റെ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഖിലാഫത്തിന്റെ 4ാമത്തെ ചക്രവർത്തിയുടെ മൂർധാവിലേക്ക് മൂർച്ചയേറിയ ആയുധം ആഴ്ന്നിറങ്ങിയത് ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് സ്വതന്ത്രമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ചവരിൽ നിന്നാണ്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ മഹാന്മാരായ സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ കടന്നു വന്ന ഈ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചവർ എല്ലായിടത്തും പ്രശ്നക്കാരാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ദമ്മാജു സലഫിസം ചർച്ചയായത്? ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ് ഇവർ തന്നെ. അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ പുസ്തകങ്ങളിൽ മുജാഹിദ് വിഭാഗം എഴുതി വെച്ചത് നമുക്ക് കാണാം. ഖുർആൻ വ്യാഖ്യാനത്തിൽ മാത്രമല്ല, മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിലും ഇസ്ലാഹി പ്രസ്ഥാനം ഒട്ടേറെ സ്വഹാബികളുടെ ധാരണകളെയും അഭിപ്രായങ്ങളെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആ വാക്കിന്റെ ഗൗരവം നിങ്ങൾ നോക്ക്. സ്വഹാബത്തിന്റെ വാക്കുകളെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് അവർ പരസ്യമായിട്ട് എഴുതി വെക്കുമ്പോ എവിടെയാണ് ഹൃദയത്തിൽ അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് ഇവരുടെ ഹൃദയത്തിൽ ആദരവുള്ളത്? സ്വഹാബത്തിന്റെ മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലെ സച്ചരിതരായ പൂർവികരിൽ പലരും മനസ്സിലാക്കിയ കാര്യത്തെയും നാം ഇവിടെ തള്ളിക്കളയുന്നു. എന്താ അതിന്റെ കാരണമെന്നറിയോ? നാം മനസ്സിലാക്കിയതനുസരിച്ച് അവരുടെ പ്രവർത്തനം നബിചര്യക്ക് വിരുദ്ധമാണ് എന്നതു തന്നെ. ആരായി പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തു നിന്ന് നുബുവത്തിന്റെ നൂറൊളി അവഗാഹിച്ച സ്വഹാബത്ത്, നുബുവത്തിന്റെ നൂറൊളി ആവാഹിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ നൂറിനെ നേരിട്ട് സ്വീകരിച്ച താബിഈങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ മഹാന്മാർ. 1000 ആണ്ടുകൾക്കപ്പുറം ജീവിച്ച ആ മഹാന്മാരെ നോക്കിയിട്ട് 1500 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ഒരു വിഭാഗം പറയാണ് അവരൊന്നും ചെയ്തത് ഇസ്ലാമിലല്ല, അവരൊന്നും ചെയ്തത് ശരിയല്ല. നമ്മളെ നാടൻ ഭാഷയിൽ പറയും, കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് പോലെ 1500 കൊല്ലങ്ങൾക്കിപ്പുറമാണ് അവർ ഇക്കാര്യം പറയുന്നത്. ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചരിച്ചവരാണ് പ്രശ്നം. അങ്ങനെ സ്വതന്ത്രമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം നടത്തിയപ്പോഴാണ് കേരളത്തിൽ ദമ്മാജു സലഫിസം ഉണ്ടായത്. കേരളത്തിൽ നിന്ന് ഹിജ്റ പോകേണ്ട സാഹചര്യം ഉണ്ടായത്, ഐസിസിലേക്ക് വരെ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് ഇവരുടെ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ കാരണമാണ്. അതിന് വില കൊടുക്കേണ്ടി വരുന്നത് മുസ്ലിം ഉമ്മത്താണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ സന്ദർഭത്തിൽ തന്നെ കൃത്യമായി ഇടപെടലുകൾ നടത്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണ് എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചരിച്ച് വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വതന്ത്രമായി അർത്ഥപരികൽപ്പന നടത്തുകയാണ് ഇക്കൂട്ടർ ചെയ്തത്. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം, ഈ ഉമ്മത്തിന്റെ ഈമാൻ, മുൻഗാമികളായ മഹാന്മാരോടുള്ള ആദരവ്, അവിടെയാണ് ഈമാൻ കുടികൊള്ളുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ്, മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റു ചെയ്യുന്നവരാണ് എന്ന് സമൂഹത്തിൽ പറയുന്നവരുടെ ഈമാൻ എവിടെയാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 100 തെറ്റ് ചെയ്യുമെന്ന് എഴുതി വെച്ച ഉമർ മൗലവിയെ പോലെയുള്ളവർ, മുജാഹിദ് വിഭാഗം, ജമാഅത്തെ ഇസ്ലാമി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതികമായ ശരീരം ഖബറിൽ നുരുമ്പിപ്പോയിട്ടുണ്ടെന്ന് എഴുതി വെക്കുകയാണ്. ഇതൊക്കെ മുസ്തഫ തങ്ങൾ തന്നെ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. എന്നാൽ പോലും ഹബീബിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന വിധം പരിശുദ്ധ ദീനിനെ വക്രീകരിക്കുകയാണ് അവർ. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ,
ഫഇന്ന സ്വലാത്ത, ആ ദിവസം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് മഅറൂദത്തുൻ അലയ്യ, അതെനിക്ക് കാണിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് നബി തങ്ങളോട് അന്ന് സംശയ ദൂരീകരണം നടത്തി. കൈഫ തുഅറദു അലൈക സ്വലാത്തു വഖദ് അറംത യാ റസൂലല്ലാഹ്, മുത്തുനബിയെ അങ്ങയുടെ ഭൗതികമായ ശരീരം മണ്ണിൽ ദ്രവിച്ചു പോകൂലേ, പിന്നെങ്ങനെയാണ് അങ്ങ് ഈ സ്വലാത്ത് കാണുന്നത്? അവിടെ നബി ആ സംശയത്തിന്റെ ദൂരീകരണം കൊടുത്തു. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ ശരീരത്തെ ഈ ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ എന്നിട്ടും ജമാഅത്തുകാരൻ അത് എഴുതി വെക്കുന്നതിന്റെ താല്പര്യം എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ അഭിമാനകരമായ പ്രയാണം തുടരുമ്പോ സമസ്തയെ തകർക്കണമെന്ന് ഗൂഢാലോചന നടത്തിയവരുണ്ട്. അതിനുവേണ്ടി ഓൺലൈൻ മീറ്റിംഗുകൾ സംഘടിപ്പിച്ച സാമ്പാറുകളുണ്ട്. സമസ്തയുടെ അസൂയാവാഹമായ ഈ പ്രവർത്തനത്തെ തടയിടാൻ മുള്ളു മുരട് മൂർഖൻ പാമ്പ് മുതൽ എല്ലാവരും ഒരുമിച്ച് രഹസ്യമായി ബാന്ധവം സൃഷ്ടിച്ചുകൊണ്ട് രഹസ്യമായ മീറ്റിംഗുകൾ കൂടിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഉച്ചാടനം ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചതിന്റെ ഫലമാണ് ഇന്ന് നടക്കുന്ന പല വിവാദങ്ങളുടെയും പിന്നിൽ. പലരും നുഴഞ്ഞുകയറിയിട്ടുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാൻ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി ആ വിഷയത്തിൽ ഏറ്റവും ഹീനമായ കുതന്ത്രങ്ങൾ നിർവഹിക്കുന്നവരാണ്. അവരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക്. മുസ്ലിം ഉമ്മത്തിനെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, ഭൗതികമായ താല്പര്യങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം നടപ്പാവുകയില്ലെന്ന് മനസ്സിലാകുമ്പോ ഉള്ളിലൂടെ പണിയെടുത്തുകൊണ്ട് സമസ്തയെ പിളർത്താനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കാനുമുള്ള ശ്രമമാണ്. തിരിച്ചറിയണം. അറിയാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ കരിമ്പൂതങ്ങൾ അകത്തു പ്രവേശിച്ചവർ ആരു തന്നെയാണെങ്കിലും അത് തിരിച്ചറിയണം. വലിയ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് ഫ്ലക്സ് ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല. ഹൃദയത്തിൽ നൂറുള്ള ഇൽമുണ്ടാകണം. ആ ഇൽമുണ്ടെങ്കിലേ ഉഖ്റവിയായ ഉലമാഇന്റെ പിന്നിൽ നിൽക്കാൻ കഴിയുള്ളൂ. വലിയ വിദ്യാഭ്യാസ വിചക്ഷണരാണെന്ന് കൊട്ടിഘോഷിച്ചു നടക്കുന്നവർ പോലും ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്താ പറഞ്ഞത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്തപ്പോ അത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കണം, എന്നാലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന്. ഇവരെവിടുന്ന് പഠിച്ച ദീനാണിത്? ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തെ മുസ്ലിം ഉമ്മത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുന്നവരാണ് സമസ്ത. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് സമസ്തക്ക്. നേരത്തെ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, തബ്ലീഗ് ജമാഅത്തിനെതിരെ സമസ്ത തീരുമാനമെടുക്കുമ്പോ തബ്ലീഗ് ജമാഅത്തിന്റെ വേഷഭൂഷാദികളും തബ്ലീഗ് ജമാഅത്തിന്റെ സൗമ്യമായ പ്രവർത്തനങ്ങളും കാണുമ്പോ സ്വാഭാവികമായും സംശയം തോന്നും, അവർക്കെതിരെ ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കണോ എന്ന്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്തഹിയ്യാത്ത് ഓതുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ മുത്തുനബിയെ കുറിച്ച് ആലോചിക്കരുത്. തന്റെ വീട്ടിൽ വളർത്തുന്ന കഴുതയെയോ കുതിരയെയോ കുറിച്ച് ചിന്തിച്ചാൽ പോലും മുത്തുനബിയെ കുറിച്ച് ചിന്തിക്കരുതെന്ന് ഈമാനുള്ള മുഅ്മിനിന് പറയാൻ പറ്റുമോ? പക്ഷെ തബ്ലീഗ് ജമാഅത്തിന് പറയാൻ പറ്റും. ഇത് അന്ന് സമസ്ത പറഞ്ഞപ്പോ അന്നത്തെ തബ്ലീഗുകാർ, അന്ന് ഒരു വിഭാഗം ആളുകൾ അതിൽ സംശയം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അവർ പിന്നീട് പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ അന്നത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ എന്താ പറഞ്ഞത്? അത് ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ചില ഉറുദു പുസ്തകത്തിൽ മാത്രമുള്ളതല്ലേ, ഞങ്ങൾക്കതുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ അതേ തബ്ലീഗ് ജമാഅത്തുകാർ ഇന്ന് മലയാളത്തിൽ ഇറക്കുന്ന പുസ്തകങ്ങളിൽ നിങ്ങൾ വായിച്ചു നോക്ക്. ഈ സംഭവം അവർ ന്യായീകരിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിലെ വഹാബികൾ, കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ പറഞ്ഞിരുന്ന ഓരോ വാദങ്ങളും തബ്ലീഗ് ജമാഅത്തുകാരൻ ഏറ്റുപിടിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘദൃഷ്ടി നമ്മൾ മനസ്സിലാക്കണം. കുറെ നിസ്കരിച്ചതുകൊണ്ട്, താടി നീട്ടി വളർത്തിയതുകൊണ്ട്, വലിയ തലപ്പാവ് കിട്ടിയതുകൊണ്ട് ഒരാൾ ദീനുള്ളവനാവൂല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നു. എപ്പോ? ഒരു ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരാൾ നബി തങ്ങളോട് ഇഅ്ദിൽ യാ മുഹമ്മദ്, നീതി പാലിക്കണം മുഹമ്മദേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ദേഷ്യത്തോടുകൂടെ പറഞ്ഞു. കാരണം അള്ളാഹുവിന്റെ ഹബീബിനെ പരസ്യമായി ആക്ഷേപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ഇന്ദുവരൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബ് തെറ്റു ചെയ്തു എന്നാ പറയുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് അനീതിയാണ്.
ലോകത്ത് നീതിയുടെ പാഠം പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി ഒരു മനുഷ്യൻ അത് പറയാൻ. ആ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ രൂപം ഫഅഖ്ബല റജുലുൻ ഗായിറുൽ ഐനൈനി മുശ്രിഫുൽ വജ്നതൈനി നാതിഉൽ ജബീനി കസ്സുൽ ലിഹ്യതി മഹ്ലൂഖുർ റഅസ്. എങ്ങനെയാണ് അയാളുടെ വേഷഭൂഷാദികളെ കുറിച്ച് ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വന്ന മനുഷ്യൻ ഗായിറുൽ ഐനൈൻ, രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്തതിന്റെ പേരിൽ കണ്ണുകുഴിഞ്ഞുപോയ മനുഷ്യൻ, മുഖപ്രസന്നതയുള്ള നീട്ടി വളർത്തിയ താടിയുള്ള മനുഷ്യൻ, തലമുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് കണ്ടാൽ ഈമാൻ തുളുമ്പുന്ന വേഷവിധാനവുമായി വന്ന അമ്മനുഷ്യനാണ് ഹബീബിനെ ഇകഴ്ത്തി സംസാരിച്ചത്. സ്വഹാബത്ത് ദേശത്തോടുകൂടെ പറഞ്ഞു, ഇദ്ൻ ലി യാ റസൂലല്ലാഹ് ഫലിഅദ്രിബ ഉനുഖ ഹാദൽ മുനാഫിഖ്. മുത്തുനബിയെ, പരസ്യമായി അങ്ങയെ അധിക്ഷേപിച്ച ഈ കപട വിശ്വാസിയുടെ തല ഞങ്ങൾ എടുക്കാം, സമ്മതം തരണമെന്ന് പറഞ്ഞു. മുത്തുനബി സമ്മതിച്ചില്ല. അങ്ങനെ ഫവല്ല മുദ്ബിറ, ആ സദസ്സിൽ നിന്ന് അയാൾ പിരിഞ്ഞു പോയപ്പോ എന്തേ നബി തങ്ങൾ പറഞ്ഞത്? ഇവിടെയാണ് ആദരവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഭൗതികമായ ബാഹ്യമായ വേഷഭൂഷാദികളല്ല ഈമാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, ചില ആളുകൾക്ക് തോന്നും അവർ ഭയങ്കര നിസ്കാരത്തിന്റെ ആൾക്കാരാണല്ലോ എന്ന്. റസൂലുള്ളാഹി ഇവരെ കുറിച്ച് പറഞ്ഞെന്താ? ഈ മനുഷ്യൻ ആ സദസ്സിൽ നിന്ന് തിരിഞ്ഞു പോയപ്പോ റസൂലുള്ളാഹി പറയാണ്, ഫഇന്ന മിൻ ളിഇ ഹാദാ ഖൗമുൻ, ഇവന്റെ മുതുകിൽ നിന്ന് ഒരു വിഭാഗം ഇവിടെ പ്രത്യക്ഷപ്പെടാനുണ്ട്. ഫഇന്ന ലഹു അസ്ഹാബ്, ഇവന് അനുയായികൾ ഇവിടെ വരാനുണ്ട്. ഒരു കുരുത്തക്കേടാണ്. ഗുരുത്തക്കേട് അത് സന്താന പരമ്പരകളിലേക്ക് വ്യാപിക്കുമെന്നതിന്റെ തെളിവാണത്. വാപ്പയും വെല്ലിപ്പമാരൊക്കെ നന്മ ചെയ്താൽ അതിന്റെ അംശം മക്കൾക്ക് കിട്ടും. അതുകൊണ്ടാണ് അൽ കഹ്ഫിൽ വകാന അബൂഹുമാ സ്വാലിഹ ഔ കമാ ഖാൽ. രണ്ട് കുട്ടികൾ, അവർക്ക് ഖദിർ അലൈഹിസ്സലാം അവരുടെ പൊളിഞ്ഞു വീണ ചുമര് ശരിയാക്കി കൊടുത്തപ്പോൾ മൂസാ നബി സംശയം പറഞ്ഞു. അപ്പൊ എന്തേ പറഞ്ഞത്? അവരുടെ വെല്ലിപ്പാര കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. ആ സ്വലാഹിയത്താണ് മക്കളിലേക്ക് വന്നത്. ആ സ്വലാഹിയത്ത് കണ്ടാണ് മക്കൾ ആദരിക്കപ്പെട്ടത്. നേരെ തിരിച്ചുണ്ടാവും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യൻ അവിടുന്ന് തിരിഞ്ഞു പോയപ്പോ റസൂലുള്ളാഹി പറയാണ്, ഫഇന്ന മിൻ ളിഇ ഹാദാ ഖൗമുൻ, ഇവന്റെ മുതുകിൽ നിന്ന്, ഇവന്റെ സന്താന പരമ്പരകളിൽ ഒരു വിഭാഗം ഇവിടെ പ്രത്യക്ഷപ്പെടാനുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ്? യുസല്ലൂന, അവർ നിസ്കരിക്കുന്നവരാണ്. അല്ലെ, ഒരു തെറ്റായ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുന്നറിയിപ്പ്, പിഴച്ച ഒരു വിഭാഗത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോ റസൂലുള്ളാഹി പറയാണ്, ഒരു നിസ്കരിക്കാത്തോലാന്നാ പറയേണ്ടത്, പക്ഷേ യുസല്ലൂന, നിസ്കരിക്കുന്നവരാണ്. അവർ നിസ്കരിക്കുന്നവരാണ്. അതുമാത്രമല്ല, അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം നിസ്സാരമായിട്ട് തോന്നും. അപ്പൊ നമുക്ക് അവരെ നിസ്കാരം കണ്ടാൽ ഒരു വല്ലാത്ത നിസ്കാരക്കാരാണല്ലോ എന്ന് തോന്നിപ്പോകും. മാത്രമല്ല, യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവരാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ലാ യുജാവിസു തറാഖിയഹും, തൊണ്ടക്കുഴിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങൂല. അപ്പൊ നാവിൽ ഖുർആൻ ഉണ്ടാവും, ഖുർആൻ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. എത്രയോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ സമയത്തിന്റെ ദൈർഘ്യം മാനിച്ചുകൊണ്ട് അത് പറയുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ, വേട്ടമൃഗത്തിന്റെ ശരീരത്തിലേക്ക് അമ്പെയ്തത് അതിന്റെ ശരീരം തുളച്ചു പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ അവർ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാളുടെ സന്താന പരമ്പരകളിലാണ് പിന്നീട് പല അവാന്തര വിഭാഗങ്ങളുടെയും നേതാക്കൾ ജന്മം കൊള്ളുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അത് ബാഹ്യമായ വേഷഭൂഷാദികളോ ബാഹ്യമായ അടയാളങ്ങളോ അല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിൽ തഖ്വ ഉണ്ടാകണം. എന്താ ഹൃദയത്തിന്റെ തഖ്വ? എന്താണ്? ആദരവാണ്. വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകൾ ആദരിക്കണം. ദീനിന്റെ ശിആറുകൾ ആദരിക്കണം. ദീനിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണം. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അവന്റെ ഖൽബിലാ തഖ്വയുള്ളത്. എന്താണ് അല്ലാഹുവിന്റെ ശിആർ എന്ന് പറഞ്ഞാൽ? എന്താ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറാണ്. എന്താ കാരണം?
ഹാജർ റളിയല്ലാഹു അൻഹ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹദി നടന്നതിന്റെ പേരിൽ ആ മണ്ണ് ആദരിക്കപ്പെടുകയാണ്. ഖിയാമത്ത് നാൾ വരെ ആ മണ്ണ് ആദരിക്കപ്പെടുകയാണ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ എത്രയാണ്? ഒന്നാമത്തെ ശിആർ, ഒന്നാം സ്ഥാനമുള്ള ശിആർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായ ഉഖ്റവിയായ ഉലമാ അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളാണ്. അവരോട് ആദരവുണ്ടാകണം. അവരോട് ആദരവുണ്ടാകുമ്പോഴാണ് ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവുക, ഹൃദയത്തിൽ തഖ്വയുണ്ടാവുക. തഖ്വയുള്ളവരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കുക. തഖ്വയുള്ളവരുടെ അമലെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആ തഖ്വയുടെ പാഠമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിക്കുന്ന പാഠം. ആ തഖ്വയുടെ പാരമ്പര്യമാണ്, ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പാരമ്പര്യമാണ് ഒരു നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ച പാഠം. സമസ്ത എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത്? നമ്മുടെ ഉലമാഇന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തിയിട്ട് തന്നെ പഠിപ്പിച്ചു. അങ്ങനെ നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോ ആ തീരുമാനത്തിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കലാണ് യഥാർത്ഥ സത്യവിശ്വാസിയുടെ ലക്ഷണം. അതാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു സാമ്പാർ മുന്നണി ഉണ്ടാക്കാനല്ല സമസ്തയുണ്ടാക്കിയത്. മറിച്ച് ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ സംജാതമാകുമ്പോ അതിനെതിരെ കൃത്യമായ രൂപത്തിൽ സമൂഹത്തിന് ബോധനം നൽകാനാണ് സമസ്തയുണ്ടായത്. സമസ്ത അങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് ബോധനം നൽകിയിട്ടുണ്ടെങ്കിൽ കാലഘട്ടം അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ വാക്കോട് ഉസ്താദ് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് തബ്ലീഗ് ജമാഅത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞ അന്നത്തെ അതേ രൂപത്തിൽ വഹാബിസത്തിന്റെ മറ്റൊരു പതിപ്പായി മാറിയിരിക്കുകയാണ്. അന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഒന്നുകൂടി പ്രകടമായി എല്ലാവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ അവരുടെ മലയാള പുസ്തകങ്ങളിൽ പോലും വഹാബിസം കുത്തി നിറക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചു. അടിസ്ഥാനപരമായി ഒരു വിശ്വാസത്തിൽ പോലും ഉറച്ചു നിൽക്കാൻ കഴിയാതെ ജമാഅത്തെ ഇസ്ലാമി മാറ്റങ്ങളുടെ അങ്ങേയറ്റത്തെ മാറ്റം മാറി. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രമാണ് പിന്നിലൂടെ നുഴഞ്ഞുകയറി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നത്. അറിഞ്ഞോ അറിയാതെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷഭൂതങ്ങളെ അകത്തേക്ക് പായിട്ടു സൽക്കരിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഒരു അറബി കവിത പറയാറുണ്ട്, ബഖർത ശുവൈഹതി വഫജഅത ഖൽബി വഅൻത ലിശാതിനാ വലദുൻ റബീബുൻ ഉദീത ബിദർരിഹാ വറബൈത ഫീനാ ഫമൻ അംബഅക അന്ന അബാക ദിഉബുൻ ഇദാ കാനത് തിബാഉ തിബാഅ സൂഇൻ ഫലാ അദബുൻ യുഫീദു വലാ അദീബു. ഒരു അറബി കവിതയുണ്ട്. എന്താണ് സംഭവം? ഒരു ആട്ടിടയൻ തന്റെ ആട്ടിൻ പറ്റങ്ങളെ കൊണ്ട് കാട്ടിലേക്ക് കയറി അതിനെ മേയ്ക്കുന്നതിനിടയിൽ ഒരു ചെന്നായയുടെ കുട്ടിയെ കിട്ടി. ആ ചെന്നായയുടെ കുട്ടിയെ അദ്ദേഹം വളർത്തി. ആടിന്റെ പാല് കൊടുത്ത് ഈ ആടിനെ ശുശ്രൂഷിക്കുന്ന രൂപത്തിൽ ചെന്നായയെ വളർത്തി. അങ്ങനെ ചുരുക്കി പറയുന്നു, ഒരു ദിവസം ആട്ടിടയൻ കടന്നു വന്നപ്പോ ചെന്നായ അതിനിടയിൽ കടന്നു വലുതായി. ആട്ടിടയൻ കടന്നു വന്നപ്പോ കൂടെയുണ്ടായിരുന്ന ഒരാടിനെ കടിച്ചു മുറിച്ച് ഭക്ഷിക്കുകയാണ് ചെന്നായ. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഫമൻ അംബഅക അന്ന അബാക ദിഉബുൻ. എടോ, എന്റെ ഭക്ഷണം തിന്ന് എന്റെ അന്നം തിന്ന് വളർന്നവനല്ലേ നീ? ഈ ആട്ടിൻ പറ്റങ്ങൾക്കിടയിലല്ലേ നിന്നെ ഞാൻ വളർത്തിയത്? പിന്നെ ആരാണടോ നിന്നോട് പറഞ്ഞത് നിന്റെ പിതാവ് ചെന്നായയാണെന്ന്? അഥവാ നീ ഒരു ചെന്നായയുടെ കുട്ടിയാണെന്ന് ആര് പറഞ്ഞു? അഥവാ അവർ ഒതുങ്ങി ജീവിക്കും. അങ്ങനെ അവർക്ക് രണ്ടുകാലിൽ നിൽക്കാൻ പറ്റുമെന്ന സാധ്യത വരുന്ന ഇടത്ത് തനി സ്വരൂപം കാണിക്കും. അന്നൊരു പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരോടൊക്കെ അവിശുദ്ധമായ ബാന്ധവം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാമെന്ന് ദിവാസ്വപ്നം കാണുന്നു എങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അത്തരം ആളുകൾ ചിന്തിച്ചാൽ നന്നായിരിക്കും. ചരിത്രം അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം പഠിച്ചവർക്ക് അത് തിരിച്ചറിയാൻ കഴിയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറ്റി നിർത്തിയതാണ്.
അങ്ങനെ ഓരോ വിഭാഗങ്ങൾ നോക്ക്. കോരൂർ ത്വരീഖത്ത് ഈ അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുമ്പോൾ ഉമ്മത്ത് അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വീകരിച്ചു. അത് ഞങ്ങൾക്കത് തിരിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് തിരിഞ്ഞാലേ അംഗീകരിക്കുള്ളൂ, അങ്ങനെ ഒരു സമസ്ത ഉണ്ടെങ്കിൽ കാണണമെന്ന് ഏതെങ്കിലും ഡോക്ടറേറ്റ് കിട്ടിയ കുട്ടികൾക്ക് അപക്വമായ ചിന്ത വരുന്നുവെങ്കിൽ അത് വലിയ അപകടമാണ്. കാരണം ഇസ്ലാമിന്റെ പാരമ്പര്യം പഠിച്ചു നോക്ക് നിങ്ങൾ. ഹുദൈബിയ സന്ധി പ്രതിസന്ധിയുടെ തീച്ചൂളയായിരുന്നില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനമെടുത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബേ, അലസ്നാ അലൽ ഹഖി വഹും അലൽ ബാത്തിൽ, നബിയെ നമ്മളല്ലേ സത്യം, അവർ ബാത്തിലിന്റെ മേലിലല്ലേ? അലൈസ ഖത്ലാനാ ഫിൽ ജന്നത്തി വഖത്ലാഹും ഫിന്നാർ, നബിയെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഷഹീദായ ആളുകൾ സ്വർഗ്ഗത്തിലും അവരെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർ നരകത്തിലുമല്ലേ? പിന്നെന്തിനാണ് നബിയെ നമ്മൾ ഈ നിന്ദ്യത സഹിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് തീരുമാനമാണ്, അത് അംഗീകരിക്കാൻ പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അത് അംഗീകരിച്ചു. നേതൃത്വത്തിന്റെ തീരുമാനമാണ്. പിന്നീട് ഹുദൈബിയ സന്ധിയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത ആ തീരുമാനമായിരുന്നു ശരിയെന്ന് സർവരാലും ബോധ്യപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. സമാനമായ സംഭവം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ വല്ലാത്ത ശൂന്യത നിലനിൽക്കുമ്പോഴാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇനി മുതൽ സക്കാത്ത് തരൂല, ബൈത്തുൽ മാലിലേക്ക് സക്കാത്ത് തരില്ല, നിസ്കാരം ഞങ്ങൾ ഓക്കെയാണ്, പക്ഷെ സക്കാത്തിന് ഞങ്ങളെ കിട്ടൂല. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു, സക്കാത്ത് നിഷേധികൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി. സ്വഹാബത്തിനിടയിൽ ചർച്ചയായി. ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മുസ്തഫ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ ശൂന്യതയുടെ ഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്തേക്ക്, ഇസ്ലാമിക രാജ്യത്തേക്ക് ശത്രു രാജ്യങ്ങൾ ഇനി അവരെന്തു ചെയ്യുമെന്നറിയാതെ കണ്ണും നട്ട് കാത്തിരിക്കുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങൾ നമുക്കിടയിലുള്ള ഈ അവാന്തര വിഭാഗത്തിനെതിരെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശരിയായില്ല എന്ന് ചർച്ചയായി. അവരെല്ലാവരും ശട്ടം കൂടിയിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞയച്ചു ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ. എന്തേ? ഫാഷിസം വട്ടമിട്ട് പറക്കുകയാണ്, അതുകൊണ്ട് തൽക്കാലം ഈ തീരുമാനത്തിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാകണം. എന്തേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഞാനതന്ന് അത്ര അങ്ങോട്ട് ആലോചിച്ചില്ല, എന്നാ പിന്നെ ഓലെ സക്കാത്ത് പോയിട്ട് ഓല അങ്ങനെ പോയിക്കോട്ടെ, നമുക്ക് ഇങ്ങനെയും പോകാം, അങ്ങോട്ട് എല്ലാവരും കൂട്ടിപ്പിടിക്കാന്നല്ല ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്. മറിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കോളറിന് പിടിച്ചു. അജബ്ബാറും ഫിൽ ജാഹിലിയ്യത്തി വഖവ്വാറും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ധീരനായ ഉമറെ, അങ്ങിപ്പോൾ ഭീരുവായോ എന്ന് ചോദിച്ച് മടക്കി പറഞ്ഞയച്ചു. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ, നിസ്കാരം പറഞ്ഞിടത്തൊക്കെ സക്കാത്തും വിശുദ്ധ ഖുർആനിലുണ്ട്, അതുകൊണ്ട് നിസ്കരിച്ചോളാം, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറയുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക തന്നെ ചെയ്യുമെന്ന് ഇസ്ലാമിക ഖിലാഫത്തിന്റെ സാരഥിയുടെ പ്രഖ്യാപനമുണ്ടായി. ഓരോ ഘട്ടത്തിലും ഇങ്ങനെയാണ്. സ്വഹാബത്ത് അതിനെ അംഗീകരിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ ഒരൊറ്റ സ്വഹാബിയും രംഗത്ത് വന്നില്ല.